ആംബുലൻസ് സൈഡും കൊടുക്കത്തില്ല. ആ പൊട്ടം കിടന്ന് ഓണടിച്ച് മരിക്കുന്നു. ആ സ്ലിപ്പർ അസിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ നല്ല ഹൈ സ്പീഡിൽ ഒരു 6 സ്പീഡിലൊക്കെ ഗിയറിൽ നമ്മൾ നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. റെമാച്ചിങ് ഒന്നും ചെയ്യാതെ വെറുതെ എടുത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എൻ്റെ വാഹനത്തിൻ്റെ ഒരു മെക്കാനിസത്തിന് അത് ലൈഫ് കൂട്ടും. അത് മീൻസ് ഒരു ഗിയറിംഗ് മെക്കാനിസത്തിൻ്റെ ലൈഫ് കൂട്ടും. നമസ്കാരം, അമൃതാണ്. സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ള വാഹനങ്ങൾക്ക് നമുക്കറിയാം ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സ്ലിപ്പർ ക്ലച്ച് സ്ലിപ്പ് ചെയ്തോളും. അതുകൊണ്ട് തന്നെ ആ ഒരു നോക്കിംഗ് ഒന്നും വരത്തില്ല. അതേസമയം പഴയ വാഹനങ്ങളിൽ നമ്മൾ ഈ ഒരു ഫീച്ചർ ഇല്ലാതിരുന്ന വാഹനങ്ങളിൽ നമ്മൾ റെം മാച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബുള്ളറ്റിലൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുമായിരുന്നു. ക്ലാസിക് 350 ഞാൻ അത് പ്രോപ്പർ റെം മാച്ചിങ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമ്മളൊരു ക്ലാസിക് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ പറഞ്ഞു വന്നത്, ഈ സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ള വാഹനത്തിൽ റെം മാച്ചിങ് ചെയ്യണമോ എന്നുള്ളതാണ്. സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ളൊരു വാഹനത്തിലും നിങ്ങൾക്ക് റെം മാച്ചിങ് അറിയാന്നുണ്ടെങ്കിൽ റെം മാച്ചിങ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം സ്ലിപ്പർ അസിസ്റ്റ് ഉണ്ടെങ്കിൽ പോലും സ്ലിപ്പർ അസിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളരെ നല്ല ഹൈ സ്പീഡിൽ ഒരു 6 സ്പീഡിലൊക്കെ ഗിയറിൽ നമ്മൾ നല്ല സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നു. റെം മാച്ചിങ് ഒന്നും ചെയ്യാതെ വെറുതെ എടുത്ത് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു അസിസ്റ്റ് ഫംഗ്ഷൻ അതിനകത്ത് ഹെൽപ്പ് ചെയ്യും ക്ലച്ചിന് വിയർ ആൻഡ് ടിയർ ഒന്നും വരാതിരിക്കാൻ. റെം മാച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഈവൻ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ച് ഉള്ളൊരു വാഹനത്തിലായിരുന്നാലും അത് ഗുണം ചെയ്യത്തേ ഉള്ളൂ. അതിൻ്റെ വെയർ ആൻഡ് ടിയർ ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇതെനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് കുറേ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് ഒപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യും. ഞാൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓൾഡ് സ്കൂൾ ബൈക്സിലാണ് പൊതുവെ റെം മാച്ചിങ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്. കാരണം അതിനകത്ത് നമ്മൾ റെം മാച്ചിങ് ചെയ്യാതെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ പല്ലൊക്കെ അടിച്ചു പോവും. മിക്കവാറും നമ്മുടെ സ്പ്രോക്കറ്റൊക്കെ കംപ്ലൈൻറ്റ് വരും. സ്പ്രോക്കറ്റിൻ്റെ പല്ലൊക്കെ പൊഴിഞ്ഞു പോവും. ക്ലച്ചിനും കംപ്ലൈൻറ്റ് വരും. ഓഹോ, പ്രോബ്ലം. ഇതിലിപ്പോൾ സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ളതാണ് എങ്കിലും നമുക്കൊന്ന് റെം മാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാം ക്രൗഡഡാണ്. ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് പോകണം. അപ്പോൾ ഞാൻ 6th പോകണത്. നമുക്കൊന്ന് റെം മാച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തത് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. ആ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത ഗിയറിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് റെവ് ചെയ്ത് കൊടുത്തു. ഒന്ന് ത്രോട്ടിൽ ബ്ലിപ്പ് ചെയ്ത് കൊടുത്തത്. ഒന്നുകൂടെ ചെയ്യാം. സോ ദിസ് ഇസ് റെവ് മാച്ചിങ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സ്പേർട്സിനൊന്നും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന വലിയ വാല്യൂ ഉണ്ടാവണമെന്നില്ല. പക്ഷേ എങ്കിലും നിങ്ങളൊരു സ്ലിപ്പർ ആൻഡ് അസിസ്റ്റ് ക്ലച്ചൊക്കെ ഉള്ളൊരു വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് റെവ് മാച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് റെവ് മാച്ച് ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങളുടെ ക്ലച്ചിൻ്റെ വെയർ ആൻഡ് ടയർ കുറയ്ക്കും. അതുപോലെ സ്പ്രോക്കറ്റിൻ്റെ ലൈഫും കൂടും. എൻ്റെ വാഹനത്തിൻ്റെ ഒരു മെക്കാനിസത്തിന് അത് ലൈഫ് കൂട്ടും. അത് മീൻസ് ഒരു ഗിയറിംഗ് മെക്കാനിസത്തിൻ്റെ ലൈഫ് കൂട്ടും. ഇഫ് യു നോ റെം മാച്ചിങ് പ്രോപ്പർലി, ഡു ഇറ്റ്. ഇവിടെയൊക്കെയാണ് ഞാൻ ആ പറഞ്ഞൊരു ഹാൻഡിൽ ബാറും നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷനുമായിട്ടുള്ളൊരു സ്വീറ്റ് സ്പോട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റൂ. ഇല്ലെങ്കിൽ നമുക്ക് റെം മാച്ചിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൈ വേദനിക്കും, അല്ലെങ്കിൽ ഒരു ഓവറോളൊരു സുഖം കിട്ടത്തില്ല. നമ്മൾ ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ, റൈഡ് ചെയ്യുന്ന ഒരു ആംഗിള്, ഹാൻഡിൽ ബാറുമായിട്ടുള്ള നിങ്ങളുടെ ഒരു കൺട്രോൾ, ഇതെല്ലാം കറക്റ്റാണ്. ഇതൊക്കെ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണ്. ഭയങ്കര ഈസി ആയിട്ട് ആ ഒരു ഇത് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കംഫർട്ടബിൾ പൊസിഷൻ, ആ ഒരു സ്വീറ്റ് സ്പോട്ട് കിട്ടിയാലേ നിങ്ങൾക്ക് പ്രോപ്പർലി റെവ് മാച്ചിങ് ഒക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ. എന്ത് പറ്റി പയ്യപ്പോൾ? ഓക്കെ, ആണ് സ്ലിപ്പർ. ഇവിടെയാണ് റെവ് മാച്ചിങ്. ആംബുലൻസ് 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 സൈഡും കൊടുക്കത്തില്ല. ആ പൊട്ടം കിടന്ന് ഓണടിച്ച് മരിക്കുന്നു.
ചെറിയ വാഹനം സൗണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്, പക്ഷേ ഇത് ഏലേ കൂടെ വരുന്നെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പുള്ളി ഇങ്ങനെ എല്ലാ സൈഡും എടുത്ത് പോകേണ്ട കാര്യമില്ല. കറക്റ്റിന് ഒരു വാഹനത്തിൻ്റെ ഒരേ ലൈൻ പിടിച്ച് പോയി കഴിഞ്ഞാൽ അവർ മാറിക്കൊടുക്കും. ഇത് പല സൈഡിൽ കൂടെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടാവും പ്രശ്നം വരുന്നത്. സോ അപ്പോൾ ഇത്രയും തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നതാണ്, നിങ്ങൾക്ക് റെഡ് മാച്ചിങ് പ്രോപ്പർലി ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ചുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് റെഡ് മാച്ച് ചെയ്ത് വാഹനം ഓടിക്കുക. നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈഫിനെ എന്തായാലും കൂട്ടും. അപ്പോൾ എന്തായാലും മറ്റൊരു വാഹന വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.